ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഈസി രസതന്ത്ര. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 11ലെ എസ് ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചാണ്. പീരിയോഡിക് ടേബിളിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസിനെയാണ് എസ് ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത്. അതായത് എസ് ബ്ലോക്ക് എലമെൻസിൽ ഇലക്ട്രോൺ ഫില്ലിംഗ് നടക്കുന്നത് ഔട്ടർ മോസ്റ്റ് ഉള്ള എസ് ഓർബിറ്റലിലായിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസ് ദാറ്റ് ഈസ് NS1 ഗ്രൂപ്പ് എലമെൻസിനെ ആൽക്കലി മെറ്റൽസ് എന്നും സെക്കൻഡ് ഗ്രൂപ്പ് NS2 ഗ്രൂപ്പ് എലമെൻസിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് പറയുന്നത്. ഇനി കുറച്ച് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലി മെറ്റൽസ് നോക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ആൽക്കലി മെറ്റൽസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ മറ്റൊരു വീഡിയോയിൽ ഉണ്ടായിരിക്കും. ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലി മെറ്റൽസ്. ആൽക്കലി മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ദേ ആർ മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് വാലൻസി എക്സിബിറ്റ് ചെയ്യുന്നത് 1 ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് എക്സിബിറ്റ് ചെയ്യുന്ന വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. ആൽക്കലി മെറ്റൽസ് ആർ ഹൈലി റിയാക്റ്റീവ് ആണ്. കാരണം അതിൻ്റെ ലാസ്റ്റ് ഷെല്ലിൽ 1 അല്ലെങ്കിൽ 2 ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. ആൽക്കലി മെറ്റൽസിൻ്റെ കാറ്റയോൺസ് എല്ലാം ഡയാമാഗ്നറ്റിക് ആയിരിക്കും. ലിഥിയവും ബെർലിയവും ഒഴിച്ചിട്ടുള്ള എല്ലാ ആൽക്കലി മെറ്റൽസിൻ്റെ ആൽക്കലി മെറ്റൽസും അയോണിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ജനറൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലി മെറ്റൽസ്. ഫസ്റ്റ്, അറ്റോമിക് സൈസ്. ഗ്രൂപ്പ് വൈസ് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ഓർഡർ ഓഫ് സൈസ് എന്ന് പറയുന്നത് ബെർലിയം ലെസ് ദാൻ ലിഥിയം, ദെൻ മെഗ്നീഷ്യം, ദെൻ സോഡിയം, ദെൻ കാൽഷ്യം, ദെൻ സ്ട്രോൺഷ്യം, ലൈക്വൈസ് ഫൈനലി സീഷ്യം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഗ്രൂപ്പ് 1 എക്സിബിറ്റ് ചെയ്യുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ഗ്രൂപ്പ് 2 എക്സിബിറ്റ് ചെയ്യുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആയിരിക്കും. നെക്സ്റ്റ്, ഡെൻസിറ്റി ലിഥിയം മുതൽ സീസിയം വരെ നോക്കുകയാണെങ്കിൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ആൽക്കലി മെറ്റൽസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ലാർജ് സൈസാണ്. അതുകൊണ്ട് തന്നെ അതിന് ലോ ഡെൻസിറ്റി ആയിരിക്കും ഗ്രൂപ്പ് വൈസ് ഫ്രം ലിഥിയം ടു സീഷ്യം. ഇനി ഒരു എക്സെപ്ഷണൽ കേസ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് സോഡിയം ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് പൊട്ടാസ്യം ആയിരിക്കും. പൊട്ടാസ്യത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് സോഡിയത്തിന്. നെക്സ്റ്റ്, നേച്ചർ ഓഫ് ബോൺസ്. ദ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ബീങ് ലോ ആണ്. ദെൻ അയണൈസേഷൻ എനർജി മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ ഡിക്രീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലാർജർ സൈസ്. സോ ലാർജർ സൈസ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഇലക്ട്രോൺസ് വീക്ക്ലി ഹെൽഡ് ബൈ ന്യൂക്ലിയസ് ആയിരിക്കും. നെക്സ്റ്റ്, ഫ്ലെയിം ടെസ്റ്റ്. ആൽക്കലി മെറ്റൽസിനെല്ലാം നേരത്തെ പറഞ്ഞു സൈസ് കൂടുതലാണ്, ലാർജർ സൈസാണ്. അത് ഹീറ്റ് ചെയ്യുമ്പോൾ ഫ്ലെയിമിൽ വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദ വാലൻസ് ഷെൽ മൂവ് ഫ്രം ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ. അതായത് നമ്മൾ കൊടുക്കുന്ന ഫ്ലെയിമിലുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് വാലൻസിലുള്ള ഇലക്ട്രോൺസ് ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് പോകും. വീണ്ടും അത് വെൻ ദേ ബാക്ക് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്, തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ആ എക്സ്ട്രാ എനർജിയെ അത് എമിറ്റ് ചെയ്യുന്നു. അതാണ് ഫ്ലെയിമിൽ കളർ കാണിക്കുന്നത്. അതായത് ലിഥിയം ഫ്ലെയിം ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. സോഡിയത്തിനാണെങ്കിൽ ഗോൾഡൻ യെല്ലോ, പൊട്ടാസ്യം വയലറ്റ്, റുബീഡിയം റെഡ് വയലറ്റ് ആൻഡ് സീഷ്യം ബ്ലൂ. നെക്സ്റ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി മെറ്റൽ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ യൂണിറ്റി ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ലിഥിയത്തിന് ഹയസ്റ്റ് അയണൈസേഷൻ പൊട്ടൻഷ്യലാണ്, പക്ഷേ ഹയസ്റ്റ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് കാരണം ഹയസ്റ്റ് ഹൈഡ്രേഷൻ എനർജിയുമാണ് ലിഥിയത്തിൻ്റെ കേസിൽ. നെക്സ്റ്റ് ഈസ് ഹൈഡ്രേഷൻ ഓഫ് അയോൺസ്. ആൽക്കലി മെറ്റൽസിൻ്റെ അയോൺസ് എല്ലാം ഹെവിലി ഹൈഡ്രേറ്റഡ് ആയിരിക്കും. The smaller the size of the ion, greater is the degree of hydration. Thus, degree of hydration decreases down the group from lithium ion to cesium ion. Next is lattice energy. Salts of alkali metals having common anion decreases on descending down the group. Next is solubility in liquid ammonia. ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ഓഫ് ആൽക്കലി മെറ്റൽസ്. ഏതെങ്കിലും ഡൈല്യൂട്ട് സൊല്യൂഷൻസ് ആൽക്കലി മെറ്റൽസിൻ്റെ ഏതെങ്കിലും ഡൈല്യൂട്ട് സൊല്യൂഷൻ ലിക്വിഡ് അമോണിയയിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് കാണാൻ കഴിയുന്നത്. ഇതിലുള്ള മെയിൻ സ്പീഷീസ് എന്ന് പറയുന്നത് സോൾവേറ്റഡ് മെറ്റൽ അയോൺസ് ആൻഡ് സോൾവേറ്റഡ് ഇലക്ട്രോൺസ് ആണ് ആ ഡാർക്ക് ബ്ലൂ കളറിന് കാരണം. നെക്സ്റ്റ് ഈസ്
ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ്. ആ വാല്യൂസ് എന്ന് പറയുന്നത് ആർ സ്മോൾ വിച്ച് ഡിക്രീസസ് ഫ്രം ലീഥിയം ടു സീഷ്യം. നെക്സ്റ്റ് ഈസ് reactivity. The reactivity of alkali metals goes on increasing in the following order, that is lithium less than sodium, then potassium, then rubidium, and then cesium. Next is colorless and alkali metals ellam colorless and diamagnetic ions aanullathu. Next, melting point and boiling point decreases down the group. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റിയാക്ഷൻ വിത്ത് എയർ. ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് എല്ലാം ഹൈലി റിയാക്റ്റീവ് ആണെന്ന് പറഞ്ഞു. ദീസ് മെറ്റൽസ് ഫോം ആൽക്കലൈൻ കാർബണേറ്റ്സ് ഇൻ മോയിസ്റ്റ് എയർ. അതായത് സോഡിയം ഓക്സിജനുമായിട്ട് ചേർന്ന് സോഡിയം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ദെൻ സോഡിയം ഓക്സൈഡ് വീണ്ടും മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്ത് ആൽക്കലി ഫോം ചെയ്യുന്നു, സോഡിയം ഹൈഡ്രോക്സൈഡ്. ദെൻ വിത്ത് കാർബൺ ഡയോക്സൈഡ് വി ഗെറ്റ് sodium carbonate. Next is reaction with oxygen. Lithium forms lithium oxide, but sodium 2 types of oxide form ചെയ്യുന്നു. അതായത് M2O എന്നുള്ള ഫോമിലും M2O2 എന്നുള്ള ഫോമിലും. ബാക്കി ലിഥിയം LiO2 ആണ്. സോഡിയത്തിന് 2 ടൈപ്പ് ഓഫ് ഓക്സൈഡ് ഉണ്ടായിരിക്കും, പൊട്ടാസ്യം KO2, റുബീഡിയം RbO2, സീഷ്യം CsO2. Next is reaction with വാട്ടർ. ഗ്രൂപ്പ് 1 മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നു. ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്തുകൊണ്ട് ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ലിഥിയം റിയാക്ട് വിത്ത് വാട്ടർ, വി ഗെറ്റ് ലിഥിയം ഹൈഡ്രോക്സൈഡ്. ലൈക്ക് വൈസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം, വി ഗെറ്റ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ് ഈസ് റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ. ഗ്രൂപ്പ് 1 മെറ്റൽസ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് അയോണിക് ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നു. ലിഥിയം ഹൈഡ്രൈഡിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. സ്റ്റെബിലിറ്റി ഓഫ് ഹൈഡ്രൈഡ്സ് ഓഫ് ആൽക്കലി മെറ്റൽസ് is as follows in the order: lithium hydride greater than sodium hydride, then potassium hydride, then rubidium hydride, and cesium hydride. Then reaction with the dilute acids. ആൽക്കലി മെറ്റൽസ് എല്ലാം റിയാക്ട് റാപ്പിഡ്ലി ആണ്. റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. ലിഥിയം മുതൽ സീഷ്യം വരെ നോക്കുമ്പോൾ ആൽക്കലി മെറ്റൽസിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് റിയാക്ഷൻ വിത്ത് ഹാലജൻ. ആൽക്കലി മെറ്റൽസ് റിയാക്ട് വിത്ത് ഹാലജൻ, വി ഗെറ്റ് മെറ്റൽ ഹാലൈഡ്. ദെൻ റെഡ്യൂസിങ് നേച്ചർ. ആൽക്കലി മെറ്റൽസ് ആ സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആണ്. അതിൽ ലിഥിയം എന്ന് പറയുന്നതാണ് ബീങ് ദ മോസ്റ്റ് പവർഫുൾ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. സോഡിയമാണ് ലീസ്റ്റ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻറ്റ്. നെക്സ്റ്റ് ഈസ് സൊല്യൂഷൻ ഇൻ ലിക്വിഡ് അമോണിയ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, മെറ്റൽ ലിക്വിഡ് അമോണിയായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഡീപ്പ് ബ്ലൂ സൊല്യൂഷനാണ് കിട്ടുന്നത്. അതെന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്. ഈ ബ്ലൂ സൊല്യൂഷൻ കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യിക്കുകയാണെങ്കിൽ, ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ആണ്, പിന്നെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്ത് അമൈഡ് ഫോം ചെയ്യും. നെക്സ്റ്റ് ഈസ് ദ അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ലിഥിയത്തിൻ്റെ സൈസ് ചെറുതാണ്, അതുകൊണ്ട് തന്നെ അതിന് ഹൈ പോളറൈസിങ് പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് മറ്റ് ആൽക്കലി മെറ്റൽസിനെ അപേക്ഷിച്ച് ചെറിയ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അതിൽ ചില പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, ലിഥിയം ഈസ് മച്ച് ഹാർഡർ ആൻഡ് ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഹാർഡർ ആണ്, പക്ഷേ അതിന് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ ഹൈ ആണ്. ലിഥിയത്തിന് റിയാക്ടിവിറ്റി വളരെ കുറവാണ്, പക്ഷേ അതൊരു മറ്റുള്ള ആൽക്കലി മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഇത് ഓക്സിജനുമായിട്ട് ചേർന്ന് മോണോക്സൈഡ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. ലിഥിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഡെലിക്കസൻ്റ് ആണ്. അത് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ക്രിസ്റ്റലൈസ് ആയിട്ട് മാറാറുണ്ട്. ഡെലിക്കസൻ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറിനെ അബ്സോർബ് ചെയ്ത് ഒരു സൊല്യൂഷനായിട്ട് മാറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ലിഥിയം ക്ലോറൈഡിന്. പക്ഷേ മറ്റ് ആൽക്കലി മെറ്റൽ ക്ലോറൈഡ്സ് ഒന്നും ഹൈഡ്രേറ്റ് ഫോം ചെയ്യില്ല. നെക്സ്റ്റ് വൺ, ലിഥിയം ബൈകാർബണേറ്റ് എന്ന് പറയുന്നത് സൊല്യൂഷൻ ഫോമിൽ സ്റ്റേബിൾ ആയിരിക്കും. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, ലിഥിയം നൈട്രേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ ലിഥിയം ഓക്സൈഡ് ഫോം ചെയ്യുന്നു, പക്ഷേ മറ്റ് ആൽക്കലി മെറ്റൽ നൈട്രേറ്റ്സ് എല്ലാം ഹീറ്റ് ചെയ്ത് ഡീകമ്പോസ് ആയി നൈട്രൈറ്റ് ആണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഡയഗണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിഥിയം ആൻഡ് മെഗ്നീഷ്യം. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, മെഗ്നീഷ്യം അല്ല ബെർലിയം ആണ്, സോറി. ലിഥിയം ഷോസ് ദ ഫോളോയിങ് സിമിലാരിറ്റി
ഇൻ പ്രോപ്പർട്ടീസ് വിത്ത് ബെർലിയം ഓഫ് ദി സെക്കൻഡ് ഗ്രൂപ്പ്. ലിഥിയം സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ബെർലിയവുമായിട്ട് ചില കോമൺ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അവയിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ബോത്ത് ലിഥിയം ആൻഡ് ബെർലിയം ആർ ഹാർഡർ ആണ്, പക്ഷേ ലൈറ്റർ ദാൻ അതർ എലിമെൻറ്റ്സ് ഓഫ് ദ റെസ്പെക്റ്റീവ് ഗ്രൂപ്പാണ്. ഇനി ബോത്ത് റിയാക്ട് സ്ലോലി വിത്ത് വാട്ടറുമായിട്ട് വളരെ സ്ലോലി മാത്രമേ അത് റിയാക്ട് ചെയ്യുന്നുള്ളൂ. ഈ ലിഥിയത്തിൻ്റെയും ബെർലിയത്തിൻ്റെയും ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ് ആർ മച്ച് ലെസ് സോലുബിൾ ആൻഡ് ദെയർ ഹൈഡ്രോക്സൈഡ്സ് ഡീകമ്പോസ് ഓൺ ഹീറ്റിംഗ്. ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈഡ്രോക്സൈഡ്സ് ഡീകമ്പോസ് ആയി മാറുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ദേ ഡു നോട്ട് ഫോം സൂപ്പർ ഓക്സൈഡ്സ് ഒന്നും ഫോം ചെയ്യുന്നില്ല. നാലാമത്തെ പോയിന്റ്, കാർബണേറ്റ്സ് ലിഥിയത്തിൻ്റെയും ബെർലിയത്തിൻ്റെയും കാർബണേറ്റ്സ് ഹീറ്റ് ചെയ്യുമ്പോൾ ഡീകമ്പോസ് ചെയ്ത് ഓക്സൈഡ്സും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു. അഞ്ചാമത്തെ പോയിന്റ്, ലിഥിയം ബെർലിയം അതിൻ്റെ ക്ലോറൈഡ്സ് എത്തനോളിൽ സോലുബിൾ ആണ് ആൻഡ് അത് ഡെലിക്കസൻറ്റും ആണ്. ദെയർ ബൈകാർബണേറ്റ്സ് ആർ സ്റ്റേബിൾ ഓൺലി ഇൻ സൊല്യൂഷനിൽ മാത്രം അത് സ്റ്റേബിൾ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് സോഡിയത്തിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ പരിചയപ്പെടാം. ആദ്യത്തേത് സോഡിയം കാർബണേറ്റ് Na2CO3 10H2O. കോമൺലി വാഷിംഗ് സോഡ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അമോണിയ സോഡ പ്രോസസ്സ് എന്നും സോൾവേ പ്രോസസ്സ് എന്നൊക്കെയാണ് ഈ പ്രിപ്പറേഷൻ അറിയപ്പെടുന്നത്. അതായത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ അമോണിയയുടെയും സോഡിയം ക്ലോറൈഡിൻ്റെയും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ പാസ് ചെയ്യിക്കുന്നു. അമോണിയം കാർബണേറ്റ് ആദ്യം ഫോം ചെയ്യുകയും അത് വീണ്ടും കൺവേർട്ടഡ് ടു അമോണിയം ബൈകാർബണേറ്റ് ആയിട്ട് മാറുകയും ഫൈനലി റിയാക്ട് വിത്ത് സോഡിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം ബൈകാർബണേറ്റ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. സോഡിയം ബൈകാർബണേറ്റ് ക്രിസ്റ്റൽസിനെ സെപ്പറേറ്റ് ചെയ്ത് ഹീറ്റ് ചെയ്ത് സോഡിയം കാർബണേറ്റ് ഫോം ചെയ്യുന്നു. ഇങ്ങനെയാണ് സോഡിയം കാർബണേറ്റിൻ്റെ പ്രിപ്പറേഷൻ വരുന്നത്. നെക്സ്റ്റ് ഈസ് ദ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രിപ്പറേഷൻ ഇത് കൊമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യുന്നത് ഇലക്ട്രോളിസിസിലൂടെയാണ്. സോഡിയം ക്ലോറൈഡ് ഇൻ കാസ്നർ കെൽനർ സെൽ. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇലക്ട്രോലൈസ് ചെയ്യുന്നു. മെർക്കുറി കാഥോഡായിട്ടും കാർബൺ ആനോഡായിട്ടും. സോഡിയം മെറ്റൽ ഡിസ്ചാർജ്ഡ് അറ്റ് ദ കാഥോഡ് കമ്പൈൻ വിത്ത് മെർക്കുറിയുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം അമാൽഗം ഫോം ചെയ്യുന്നു. ക്ലോറിൻ ഗ്യാസ് ഇവോൾഡ് അറ്റ് ദ ആനോഡ്. റിയാക്ഷൻസ് കാഥോഡിക് ആൻഡ് ആനോഡിക് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. Then the sodium amalgam is treated with water. We get sodium hydroxide and hydrogen gas. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഒരുപാട് യൂസസ് ഉണ്ട്. സോപ്പ് മാനുഫാക്ചറിങ്ങിലും ആർട്ടിഫിഷ്യൽ സിൽക്കിൻ്റെ മാനുഫാക്ചറിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെട്രോളിയം റിഫൈനിങ്ങിന് യൂസ് ചെയ്യുന്നു. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലൊക്കെ സോഡിയം ഹൈഡ്രോക്സൈഡ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോഡിയം കോമ്പൗണ്ട് എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് NaHCO3 അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയാണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ സാച്ചുറേറ്റിംഗ് എ സൊല്യൂഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. ഇത് ഒരു സ്കിൻ ഇൻഫെക്ഷനിലൊക്കെ മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ക്യൂഷറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ആൽക്കലി മെറ്റൽസിനെ കുറിച്ച്. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.